ഹലോ ഫ്രണ്ട്സ്, ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾക്ക് ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. മധുരക്കിഴങ്ങാണ് ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും എന്നാൽ പോഷക സമൃദ്ധവുമാണ്. എന്നാൽ ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. തൊലി മുഴുവൻ ഞാൻ ചെത്തിയിട്ടില്ല. അതിൻ്റെ അകത്ത് ധാരാളം മണ്ണ് കാണും. അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തൊലി ഞാൻ ചെത്താത്തത് ഇത് നമ്മൾ പുഴുങ്ങിയിട്ട് തൊലി ഉരിച്ചാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. തീരെ ചെറുതാക്കണ്ട, ഒരു 2 or 3 ആയിട്ട് വലുതിനെയൊക്കെ അത്രയായിട്ട് മുറിച്ചാൽ മാത്രം മതി. ഇതിനെ നമുക്ക് കുക്കറിലോ അല്ലെങ്കിൽ ആവി ചെമ്പിൻ്റെ അടിയിൽ വെള്ളം വെച്ചിട്ട് ആവി പാത്രത്തിൽ വെച്ച് ഉണ്ണി പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ കുക്കറിൽ വെച്ച് എടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് ഇടുന്നത്. ആവശ്യമായ ഉപ്പ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 3 വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. അത് പുഴുങ്ങുന്ന സമയത്ത് നമുക്കതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. അതിനായി ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, 2-3 ക്യാരറ്റ്, കറിവേപ്പിലേക്കും പകരം ഞാൻ മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. ഇനി ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഞാൻ ഇത്രയുമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിവയെല്ലാം കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, മുരിങ്ങയിലയും വേറെടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. 3 വിസിലടിച്ചായിരുന്നു. ഇനി നമുക്ക് തുറന്നു നോക്കാം. എല്ലാം നല്ല വെന്തിരിക്കുകയാണ്. ഇനി നമുക്കിവ എടുത്ത് ഓരോന്നും എടുത്ത് തൊലി കളഞ്ഞ് എടുക്കാം. തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മുളക് ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. നമ്മളെന്നും ഇങ്ങനെ കഴിക്കുമ്പോൾ കുട്ടികൾക്കായാലും ഒരു മടുപ്പ് തോന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഇനിയെല്ലാം നമുക്ക് നല്ലോണം ഉടച്ചെടുക്കണം. എല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാരറ്റും മുരിങ്ങയിലയും ഉള്ളിയും ക്യാരറ്റും ചേർക്കാം. ഇനി കോൺഫ്ലവറോ കടലമാവോ ഇതിനകത്ത് കുറച്ച് ചേർക്കാം. ഞാൻ കടലമാവാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇത് ഇച്ചിരി ഒരു ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. കടലമാവില്ലാത്തവർക്ക് അരിപ്പൊടി ആയാലും ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ നമുക്ക് ചേർക്കാം. 1.5 ടീസ്പൂൺ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഇതിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ്. അതിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയോ പച്ചമുളകോ ചേർക്കാം. മധുരക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ നമ്മൾ ഉപ്പിട്ടാണ് പുഴുങ്ങിയത്, അതുകൊണ്ട് ഇനി വളരെ കുറച്ച് ഉപ്പ് മതി. ഇനി ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. അങ്ങനെ നല്ലവണ്ണം കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് ഞാൻ 2-3 ബ്രെഡ് ഇരുന്നു, അത് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഞാൻ ചൂടായി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയാലും മതി. മുട്ടയുണ്ടെങ്കിൽ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇടാം. ഇപ്പം മുട്ടയില്ലാത്തത് കൊണ്ട് ഞാൻ ബ്രെഡിൻ്റെ പൊടിയിൽ മാത്രമാണ് ഡിപ്പ് ചെയ്യുന്നത്.
എണ്ണയിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. എല്ലാം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് എടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം.